ഹലോ എവരി വൺ 2024-25 എൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പെർഫോമൻസ് ആണ് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന് വേണ്ട മാർജിൻ എങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നതും അത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ കണ്ടെത്തിയ 1-2 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് സെറോദയുടെ റിപ്പോർട്ടിലോട്ട് പോവാം. ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് നോക്കാം. റിപ്പോർട്ട്സിൽ പോകുന്നു. നമ്മളിവിടെ നേരെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആൻഡ് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, അതാണ് 2024-25 എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം 4.94 lakhs ആണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ചാർജസ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ 86,000 വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി 4.07 lakhs ആണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 10 lakhs-ൻ്റെ മാർജിൻ മണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 lakhs ആണ് ക്യാപിറ്റൽ എങ്കിൽ ഇത് ഏകദേശം ഒരു 50% പ്രോഫിറ്റ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നല്ലൊരു റിട്ടേൺ ആണ്, പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിൽ കൂടെ. അതും ലാസ്റ്റ് ഇയർ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടൈമായിരുന്നു. അതിൽ നിന്നൊരു 50% ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു റിട്ടേൺ തന്നെയാണ്. അപ്പോൾ ഈ 10 lakhs എങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ട്ഫോളിയോ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 10-15 lakhs-ഓളം സ്റ്റോക്സുകളും ഈ ETF-ഉം വാങ്ങിയിട്ടുണ്ട് ലോങ് ടൈം പർപ്പസിന്. എന്നിട്ട് അതിനെ പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഈ 10 lakhs മാർജിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ മാർജിൻ മണി ഉപയോഗിച്ച് ഓൾറെഡി മണി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണി പ്ലഡ്ജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ പ്ലഡ്ജ് ചെയ്തിട്ട് കിട്ടുന്ന മണി കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെയ്ത മണിയിൽ നിന്നാണ് 50% ക്യാപിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി സ്റ്റോക്കും ETF-ഉം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അപ്രീഷിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് അനദർ 1 ഇയറിനകം ഒരു 50% ഡെഫിനറ്റ്ലി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു, 50-70%. അപ്പോൾ ആ സ്റ്റോക്കും ETF-ൽ നിന്നുള്ള ഒരു അപ്രീഷിയേഷൻ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റോക്കുകളിൽ നിന്ന് എനിക്കൊരു നല്ലൊരു ഡിവിഡൻഡ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ സ്റ്റോക്കുകൾക്കും അതാത് സമയത്തുള്ള ഡിവിഡൻഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പോർട്ട്ഫോളിയോയെ നോക്കുകയാണെങ്കിൽ 3 തരത്തിലാണ് എനിക്ക് ഇൻകം ഉണ്ടാകുന്നത്. ഓൾറെഡി 10-15 lakhs-ൻ്റെ സ്റ്റോക്സും ETF-ഉം വാങ്ങിയിട്ടുള്ളത് വഴി അത് പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നു. ട്രേഡിംഗിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി 50% ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഈ സ്റ്റോക്സും ETF-ഉം കൂടുതൽ പ്രോഫിറ്റ് ആകുമ്പോൾ വിറ്റ് അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ബൈ ഡിഫോൾട്ട് ഒരു ഡിവിഡൻഡ് എല്ലാ സ്റ്റോക്കും ഒട്ടുമിക്ക സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു മണി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിനെ പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബെനിഫിറ്റുകൾ നമുക്കുണ്ടാകും. ഇനി ഇത് കൂടാതെ ഞാൻ ഈ ട്രേഡ് ചെയ്ത സമയത്തുണ്ടായ 1-2 ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നോക്കാം. നിങ്ങളിപ്പോൾ നോക്കിയാൽ ഇവിടെ നോക്കാം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളെല്ലാം തുടക്കത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നവംബർ മുതൽ നോക്കിയാൽ മാസത്തിൽ വളരെ കുറച്ച് ട്രേഡുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരാഴ്ചയിൽ 1 ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും വളരെ സ്ട്രെച്ച് ചെയ്തിരുന്നെങ്കിലും ഇവിടെ കിട്ടുന്നതിനേക്കാളും വളരെയധികം നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടിയത് വളരെ കുറച്ച് മാത്രം ട്രേഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്റ്റംബർ മാസം എടുക്കാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ട്രേഡ് ചെയ്ത ഒരു ദിവസമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മന്ത് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് 12,000 ആണ്. ഓൾമോസ്റ്റ് 10,000 ചാർജസ് പോയി. അതെല്ലാം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ആ മാസം ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 23,000 ആണ്. അതേസമയം ഫെബ്രുവരി മന്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ആ ട്രേഡിൽ നിന്ന് എനിക്ക് 1 lakhs ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ കുറച്ച് ട്രേഡ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ചാർജസും ബ്രോക്കർ ചാർജസും ടാക്സും വളരെ കുറവാണ്. താനും 4,000 സംതിങ് വന്നുള്ളൂ. മറ്റേ സെപ്റ്റംബർ മാസം നോക്കിയപ്പോൾ 10,000 വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ പ്രോഫിറ്റും കൂടി എൻ്റെ ചാർജസും കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഓവറോൾ എല്ലാ മാസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ടൈം പീരീഡിലാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ടൈം പീരീഡ് വളരെ കുറച്ച് മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് സെപ്റ്റംബർ മാസത്തിലോ ഒക്ടോബറിലോ ഒക്കെ എനിക്ക് നഷ്ടങ്ങൾ തന്നെയായിരുന്നു. അതാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ കാരണം എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി എക്സ്പയറി ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡാണ് നടത്തുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അത് ഒരു ദിവസം 1 to 2 hours മാക്സിമം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും.
അതിവിടെ എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. അതിനുശേഷം സെബിയുടെ പുതിയ റൂൾ വന്നു, ആഴ്ചയിൽ 2 എക്സ്പയറി എന്ന് പറഞ്ഞു, നിഫ്റ്റിക്കും സെൻസെക്സിനും മാത്രം. അപ്പോൾ അങ്ങനെ ഒരു നിയമം വരാൻ തുടങ്ങിയപ്പോൾ, റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഞാനും എല്ലാവരെ പോലെ തെറ്റിദ്ധരിച്ചത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ അവസരമില്ലാത്തത് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല, എനിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോഫിറ്റ് കുറയും എന്നൊക്കെയായിരുന്നു വറിയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അത് വളരെയധികം യൂസ്ഫുള്ളായി. ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഞാൻ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് 2 ദിവസം മാത്രം. അത് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും എക്സ്പയറി അന്ന് മാത്രം. അതുകൊണ്ട് ഒരുപാട് ഫ്രീ ടൈം കിട്ടി. അതുപോലെ മറ്റൊരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചാർജസ് വളരെയധികം കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 50% അധികം ചാർജ്. നേരത്തെ ഒരു 10,000 ആയിരുന്നു എനിക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 4,000 റേഞ്ചിലാണ് എൻ്റെ ചാർജസ് വരുന്നത്. അപ്പോൾ അതൊരു ബെനിഫിറ്റാണ്. പിന്നെ അതുപോലെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അധികം നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കേണ്ട, അധികം ടെൻഷൻ എടുക്കേണ്ട, അധികം സ്ട്രെച്ച് ചെയ്യേണ്ട, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്. അപ്പോൾ ആ സമയം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, വാട്ട് ഫ്രീ ടൈം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെബിയുടെ പുതിയ റൂൾ അനുസരിച്ച്. ഇനിയിപ്പോൾ പുതിയ റൂൾ വരുന്നു, 1 ദിവസമാക്കാൻ പോകുന്നെന്ന് പറയുന്നു. എന്നിരുന്നാലും അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തൊക്കെ റൂൾ വന്നാലും എൻ്റെ സ്ട്രാറ്റജിയും എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ ഞാൻ വരുത്താറില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട്, നമുക്ക് നല്ലൊരു നോളജ് ഉണ്ട് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, പിന്നെ അതിനേക്കാൾ ഉപരി അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു സൈക്കോളജി, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ, നമുക്കൊരു ഓൾറെഡി ഒരു ജോബ് ഉണ്ടെങ്കിൽ പോലും പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്താൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അത് ഞാൻ ഫാസ്റ്റ് 3-4 ഇയേഴ്സായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു പാർട്ട് ടൈം ട്രേഡറാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ട് എനിക്കൊരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനൊരു തെളിവാണ് ഈ പോർട്ട്ഫോളിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു.